2, 4, 6 എന്നിങ്ങനെ തുടരുന്ന സംഖ്യാശ്രേണി ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണല്ലോ. ഇതിലെ അടുത്ത സംഖ്യ എന്തായിരിക്കും? 8 അല്ലേ? അതിനും അടുത്ത സംഖ്യയോ? അത് 10 ആയിരിക്കുമല്ലോ. നാലാമത്തെ സംഖ്യ കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? മൂന്നാമത്തെ സംഖ്യയായ 6നോട് 2 കൂട്ടി അല്ലേ? അഞ്ചാമത്തെ സംഖ്യ കിട്ടാനോ? നാലാമത്തെ സംഖ്യയായ 8നോട് 2 കൂട്ടി. വീണ്ടും 2 കൂട്ടിയാൽ ആറാമത്തെ സംഖ്യ കിട്ടും. ഇതുപോലെ തുടർച്ചയായി 2 കൂട്ടിക്കൂട്ടി മറ്റ് സംഖ്യകളും കണ്ടെത്താവുന്നതാണ്. ഈ സംഖ്യാശ്രേണിയിലെ 10ാമത്തെ സംഖ്യ 20 ആണല്ലോ. എങ്കിൽ 11ാമത്തെ സംഖ്യ എന്തായിരിക്കും? 11ാമത്തെ സംഖ്യ കണ്ടെത്താൻ നാം എന്താണ് ചെയ്യേണ്ടത്? 10ാമത്തെ സംഖ്യയായ 20നോട് 2 കൂടി കൂട്ടിയാൽ മതിയാകും. അതായത് 11ാമത്തെ സംഖ്യ 22 ആണ്. പൊതുവെ പറഞ്ഞാൽ ഈ ശ്രേണിയിലെ ഒരു സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ 2 കൂട്ടിയാൽ മതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 2ൽ നിന്ന് തുടങ്ങി 2 വീതം കൂട്ടി എഴുതിയാൽ കിട്ടുന്ന സംഖ്യാശ്രേണിയാണ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇനി ഒറ്റ സംഖ്യകളുടെ ശ്രേണി നോക്കാം. 1, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഇതിലെ ഒരു സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ആ സംഖ്യയോട് 2 കൂട്ടണം അല്ലേ? അതായത് 1ൽ നിന്ന് തുടങ്ങി 2 വീതം കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ശ്രേണിയാണ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഇനി എണ്ണൽ സംഖ്യകളുടെ എല്ലാം പകുതി എടുത്ത് ഒരു ശ്രേണി തയ്യാറാക്കാം. 1/2, 1, 1, 1/2 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണിത്. ഈ ശ്രേണി തുടങ്ങുന്നത് ഏത് സംഖ്യയിൽ നിന്നാണ്? 1/2 അല്ലേ? അതിനോട് എത്ര കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യയായ 1 കിട്ടും? 1/2 തന്നെ. രണ്ടാമത്തെ സംഖ്യയായ 1നോട് വീണ്ടും 1/2 കൂട്ടിയാലോ? മൂന്നാമത്തെ സംഖ്യയായ 1, 1/2 കിട്ടും. അതായത് 1/2ൽ നിന്ന് തുടങ്ങി 1/2 വീതം കൂട്ടി എഴുതിയ ശ്രേണിയാണിത്. ഇനി ബഹുഭുജങ്ങളെ വശങ്ങളുടെ എണ്ണത്തിന്റെ ക്രമത്തിലെടുത്താൽ പുറംകോണുകളുടെ തുകയായി കിട്ടുന്ന ശ്രേണി എഴുതി നോക്കാം. ത്രികോണത്തിന്റെ പുറംകോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? ചതുർഭുജത്തിൻ്റെതോ? അതും 360 ഡിഗ്രി തന്നെയാണ്. പഞ്ചഭുജത്തിൻ്റെതോ? അതും 360 ഡിഗ്രി തന്നെയല്ലേ? അതായത് ഈ ശ്രേണി 360, 360, 360 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഇവിടെ 360നോട് എത്ര കൂട്ടിയാലാണ് 360 കിട്ടുന്നത്? 0 അല്ലേ? അതായത് ഈ ശ്രേണി 360ൽ നിന്ന് തുടങ്ങി 0 വീതം കൂട്ടി എഴുതിയ ശ്രേണിയാണ്. 100 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്ന് ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുകുന്നു. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം ലിറ്ററിൽ കണക്കാക്കിയാൽ കിട്ടുന്ന ശ്രേണി എന്തായിരിക്കും? ആദ്യം 100 ലിറ്റർ വെള്ളമുണ്ട് ടാങ്കിൽ. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ബാക്കിയുണ്ടാകും? 95 അല്ലേ? വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാലോ? 90 ലിറ്റർ വെള്ളം ബാക്കിയുണ്ടാവും. 3 മണിക്കൂർ കഴിഞ്ഞാലോ? 85 ലിറ്റർ വെള്ളം മാത്രമാണ് ബാക്കിയുണ്ടാവുന്നത്. അതായത് ഈ ശ്രേണി 95, 90, 85 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയാണ്. ഇതിൽ ഒന്നാമത്തെ സംഖ്യ 95 ആണ്. ഇതിൽ നിന്ന് 90 കിട്ടാൻ എന്ത് ചെയ്യണം? 5 കുറക്കണം അല്ലേ? 5 കുറക്കുക എന്നതിന് പകരം -5 കൂട്ടുക എന്നും പറയാമല്ലോ. അതായത് ഒന്നാമത്തെ സംഖ്യയായ 95നോട് -5 കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യയായ 90 കിട്ടും. വീണ്ടും -5 കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യയായ 85 കിട്ടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 95ൽ നിന്ന് തുടങ്ങി -5 വീതം കൂട്ടി എഴുതിയ ശ്രേണിയാണിത്. നാം കണ്ട ശ്രേണികളും അവ രൂപീകരിച്ച രീതിയും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കാം. 2ൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും 2 കൂട്ടി എഴുതിയ ശ്രേണിയാണ് 2, 4, 6 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി. 1ൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും 2 കൂട്ടി എഴുതിയ ശ്രേണിയാണ് 1, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി. 1/2ൽ തുടങ്ങി വീണ്ടും വീണ്ടും 1/2 കൂട്ടി എഴുതിയ ശ്രേണിയാണ്
1/2, 1, 1, 1/2 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി. 360 തുടങ്ങി വീണ്ടും വീണ്ടും 0 കൂട്ടി എഴുതിയ ശ്രേണിയാണ് 360, 360, 360. 360 തുടങ്ങി വീണ്ടും വീണ്ടും 0 കൂട്ടി എഴുതിയ ശ്രേണിയാണ് 360, 360, 360 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി. 95 തുടങ്ങി വീണ്ടും വീണ്ടും -5 കൂട്ടി എഴുതിയ ശ്രേണിയാണ് 95, 90, 85 എന്നിങ്ങനെ തുടരുന്ന ശ്രേണി. ഇവിടെയെല്ലാം ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിയാണ് ശ്രേണി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തരം ശ്രേണികളാണ് സമാന്തര ശ്രേണികൾ. അതായത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു ശ്രേണിയിലെ സംഖ്യകളെ പൊതുവെ ശ്രേണിയിലെ പദങ്ങൾ എന്നാണ് പറയുന്നത്. 2, 4, 6 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ പദങ്ങളാണ് 2ഉം 4ഉം 6ഉം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ശ്രേണിയിലെ ഒന്നാം പദമാണ് 2, രണ്ടാം പദമാണ് 4, മൂന്നാം പദമാണ് 6.